പുരുഷന്മാർ മോഹിനിയാട്ടം കളിച്ചാൽ അത് അരോചകമാണ് എന്ന് പറഞ്ഞവർക്ക് നൃത്തത്തിലൂടെ തന്നെ മറുപടി കൊടുത്ത് പോരടിച്ച ഒരു മുന്നോട്ട് വന്ന ആർ.എൽ.വി. രാമകൃഷ്ണൻ ഒരു അംഗീകാരം പോലെ ഇപ്പോൾ ഇതാ ഒരു കലാമണ്ഡലത്തിലെ നൃത്ത അധ്യാപകനായി ഒരു സ്ഥാനം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതും ഒരു ചരിത്രത്തിലേക്കുള്ള നടന്നു കയറ്റം കൂടിയാണ് അധ്യാപക സ്ഥാനം എന്നുള്ളത്. കാരണം ഭരതനാട്യ വിഭാഗത്തിൽ ആദ്യമായാണ് ഒരു പുരുഷൻ അധ്യാപകനായി എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്ത് തോന്നുന്നു ഈ സമയത്ത്? വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും ഒപ്പം സന്തോഷം കൊണ്ടുള്ള സങ്കടമുണ്ട്. വെച്ചാൽ നമ്മളെയൊക്കെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ നമ്മുടെ ഒപ്പം ഇല്ല. ഇതൊക്കെ കാണേണ്ടത് അവരാണല്ലോ, നമുക്ക് പ്രോത്സാഹനം തന്നവർ, ഒപ്പം എന്നെ ഇതുവരെ പഠിപ്പിച്ച ഗുരുക്കന്മാർ, അതുപോലെ എന്നൊപ്പം നിന്ന ഏതൊരു പ്രതിസന്ധിയിലും എനിക്കൊപ്പം നിന്ന വാർത്താമാധ്യമങ്ങളടക്കമുള്ള എല്ലാ സുഹൃത്തുക്കളോടും ഈ സമയം നന്ദിയോടെ കാണുകയാണ് ഞാൻ. എല്ലാവരും ഒരു ചരിത്ര നിമിഷമാകുകയാണ് ഇവിടെ, പ്രത്യേകിച്ച് കലാമണ്ഡലം. അപ്പോൾ അതിന് സർക്കാരിനോടും അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പ്, കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങൾ എല്ലാവരോടും ഈ സമയം നന്ദി പറയുകയാണ്. കാരണം 1930കളിൽ കലാമണ്ഡലം ആരംഭിച്ചതിന് ശേഷം നൃത്തവിഭാഗത്തിൽ എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ നിന്നുള്ള ഗുരുക്കന്മാർ താൽക്കാലിക അധ്യാപകരായിട്ട് ഇവിടെ അക്കാലങ്ങളിൽ പഠിപ്പിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ ഒരു കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതിനു ശേഷം ഭരതനാട്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഒരു സ്ഥിരാധ്യാപകൻ എന്നുള്ള രീതിയിൽ, അതും UGCയുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റിലേക്കാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും ഭാഗ്യമായി. ഇത്രവരെ ഞാൻ മോഹിനിയാട്ടത്തിലായിരുന്നു നിങ്ങളെല്ലാം അറിഞ്ഞിരുന്നത്. എന്നാൽ ഈ അവസാന നിമിഷമാണ് ഞാൻ MA ഭരതനാട്യം കൂടെ, അടുത്തൊരു MA കൂടെ എടുത്തത് ഞാൻ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ കോൾ ഫോർ ചെയ്തു. SC റിസർവേഷൻ കാറ്റഗറിയാണ് കോൾ ഫോർ ചെയ്തത്. അപ്പോൾ അതിൽ UGC മാനദണ്ഡങ്ങളെല്ലാം നമ്മൾക്കുണ്ടായിരുന്നു. അതനുസരിച്ച് ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ആത്മവിശ്വാസം. അതനുസരിച്ച് ഇന്ന് നമ്മൾ ജോലി കയറിയിരിക്കുന്നു. ഈ കലയിൽ ഒരു വിവാദങ്ങൾക്ക് സ്ഥാനമില്ല എന്നുള്ളത് തന്നെയല്ലേ ഈ ഒരു നിയമനം കൂടി പറയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ വിവാദങ്ങളെ നമ്മൾ മുന്നോട്ടുള്ള ചവിട്ടുപടികളായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. മണിച്ചേട്ടനായാലും ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം ഒരു വിഷമത്തിന് ഒരു സന്തോഷം എന്ന രീതിയിലാണ് നമ്മൾ അതിനെടുക്കാറുള്ളൂ. അത് മുന്നോട്ടുള്ള ഒരു ആർജവം, ഒരു ഊർജ്ജം തരുന്ന ഒന്നായിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഈ ആർ.എൽ.വി. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് കലാമണ്ഡലത്തിൽ പഠിക്കണമെന്ന ആഗ്രഹം കൊണ്ടായിരുന്നു. ഇപ്പോൾ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അധ്യാപകനെ എത്തുന്നു. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇപ്പോൾ കേരളത്തിൽ നല്ല ഒരു നമ്മളിപ്പോൾ ഇവിടെ തന്നെ വിദേശികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരുന്നു. അത് കലാമണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ കലയുടെ അമൂല്യമായൊരു സ്ഥാപനമാണ്. അപ്പോൾ അവിടേക്ക് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാം ഈശ്വരാധീനം, ഭാഗ്യം എന്നൊക്കെ പറയാം. അപ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് അത്. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നു, ഭരതനാട്യം അഭ്യസിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരോടൊക്കെ എന്താണ് നമുക്കൊന്ന് പറയുന്നത്? അല്ല, നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് കലയെ ഇപ്പോൾ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല, അക്കാഡമിക്കലി പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ പഠിക്കാനുള്ള മോഹം കൊണ്ട് പഠിച്ചു മുന്നോട്ട് പോന്നു. എല്ലാത്തിലുപരി കലയെ ഒരു ജീവിത സപര്യയായിട്ട് കാണുക. പഠനം എന്നുള്ളത് നിൽക്കുമ്പോഴും കല എല്ലാവരിലും ഉണ്ടാവില്ല. അതൊരു എന്താ പറയുക, ബ്ലെസ്സിങ് ആണ്. ആ കലയെ നമ്മൾ നിരന്തരം അഭ്യസിച്ചും പ്രവർത്തിച്ചും പ്രയോഗിച്ചും ഒപ്പം പുതിയ ആവിഷ്കാരങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നും കലാസപര്യയിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകാനാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കല എന്നുള്ളത് ഒരു കലയിൽ വിവാദമില്ല എന്നാണ് ആർ.എൽ.വി. പറയുന്നത്. ഈ കല അതൊരു അനുഗ്രഹമാണ്. ആ കല എങ്ങനെ, അതായത് ആ പുരുഷനോ സ്ത്രീയോ എന്ന വേർതിരിവില്ല. അവിടെ കലയെ ഏറ്റവും മനോഹരമായി ആസ്വാദകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായി അതിൽ സ്ത്രീയോ പുരുഷോ എന്ന വേർതിരിവില്ല എന്ന് ഒരിക്കൽ കൂടി കലാമണ്ഡലം അടിവരയിട്ട് പറയുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. കലാമണ്ഡലത്തിൽ നിന്നും കെ. അഖിൽ, മീഡിയ 1.